ഈ പൗഡറുകളൊക്കെ കിട്ടിക്കാൻ ഏതൊരാൾക്കും നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. മുടി വളരാനും താരൻ പോകാനും ഉള്ളു വെക്കാനും നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ അത്. പൗഡർ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊരു ഹെയർ ഓയിലാണ്. എന്താ വെച്ചാൽ ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ്. നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക്, പുറത്തുള്ളവർക്കൊക്കെ താമസിക്കുന്നവർക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസുമ്മൽ തന്നെ വെച്ച് കാണിക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചത് കുറച്ച്. അതിലേക്ക് കുറച്ച് 2-3 സ്പൂണ് നീലാമ്പരി ഇട്ട്, അത് 2-3 സ്പൂൺ ഇടുന്നുണ്ട്. അടുത്ത ചെമ്പരത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അത് 2-3 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വരുന്നത് അടുത്തത് കറിവേപ്പിൻ്റെ ഇല. അതൊക്കെ നേരെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പിൻ്റെ പൗഡർ. നരമുള്ളവരൊക്കെ ഒരു 3-5 സ്പൂണൊക്കെ അധികം ഇടാം കറിവേപ്പിൻ്റെ ഇല പൗഡർ. പിന്നെ ഇതൊക്കെ ചെറു തീയിലാക്കിയിട്ടാട്ടോ ഇടേണ്ടത്. ഇത് പൗഡറൊക്കെ അതിനൊക്കെ അടിയിൽ പിടിക്കാണ്ട് നോക്കണം. അങ്ങനെ പിന്നെ അടുത്ത മൈലാഞ്ചി പൗഡറാണ് ഞാൻ അടുത്ത് ഇടുന്നത്. അതൊരു 2 സ്പൂണ് 2-3 സ്പൂൺ ഇടുന്നുണ്ട്. അതും നല്ല താരം പോകാനേറെ സഹായിക്കുന്ന ഒരു പൗഡറാണ് മൈലാഞ്ചി പൗഡർ. പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ അടിയിൽ പിടിക്കാണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത കയ്യൂന്നിയാണ് ഇടുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ ചെറുങ്ങനെ ഇളക്കി കൊടുക്കുക. അതൊരു 2-3 സ്പൂൺ ഇടുന്നുണ്ട് കയ്യൂന്നി. ഇത് അടിയിൽ പിടിക്കാണ്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. കട്ട കെട്ടാണ്ടും പ്രത്യേകമായിട്ട് ഇങ്ങനെ നോക്കണം. ഇളക്കി ഇങ്ങനെ കൊടുക്കുക. നല്ലോണം അടിയിലൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും കൂടി ഇളക്കിയിട്ട് കട്ട പിടിക്കാണ്ട് എടുക്കുക. ഇത് നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ. പിന്നെ അടുത്ത നെല്ലിക്ക പൗഡറാണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ റോസ്മേരി ഇടുന്നുണ്ട്. ഈ പൗഡറൊക്കെ ഇട്ട് തിളച്ച് നല്ലൊരു മണം വരാണ്ട് ഇതിന് നല്ലൊരു പ്രത്യേക സ്മെല്ലാണ്. എടുത്ത് കൂടിയൊക്കെ ഉള്ളവർക്ക് അറിയാം, നമ്മൾ എണ്ണ കാച്ചാന്നുള്ള ഒരു സ്മെല്ല് കിട്ടും. അത്രയും നല്ലൊരു മണമാണിത്. ഈ പൗഡറൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് തിളയ്ക്കുമ്പോൾ അടി പിടിക്കാണ്ട് പ്രത്യേകമായിട്ട് നോക്കണം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ അങ്ങനെ ഇളക്കി വരുന്ന ഒരു മണൽ തരി പോലെ അതാണ് ഇതിൻ്റെ പാകം. ഞാനതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം കൂടി ലാസ്റ്റ് ഒരു തിളച്ചൊക്കെ ഒരു പതമൊക്കെ വന്ന് അങ്ങനെ എണ്ണയിലേക്ക് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഒരു പദമായിട്ട് ഇങ്ങനെ നിൽക്കും. തിളച്ച് വരുമ്പോൾ തന്നെ ആട്ടോ ഞാൻ റോസ്മേരി ഇതിൽ 2 സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. ഇത് വേണ്ട അനുസരിച്ച് 2 സ്പൂണിൻ്റെ ആവശ്യം മതി. പിന്നെ ഇത് 2 ദിവസം ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ റോസ്മേരിൻ്റെ സത്തൊക്കെ അതിലിങ്ങനെ ഇറങ്ങല്ലോ ഈ എണ്ണയിലൊക്കെ. എന്നിട്ടാണ് ഞാനിതൊരു അരിപ്പയിൽ തരിച്ച് ഞാനൊരു ചില്ലിൻ്റെ കുപ്പിയിലാണ് ആക്കി വെക്കുന്നത്. ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ ഞാൻ ആക്കി വെച്ച് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റിൽ. നല്ല ഉള്ളു വെക്കാൻ ഏറെ, പിന്നെ നരക്കൊക്കെ നല്ല ഏറെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഓക്കെ, താങ്ക് യു.